ക്രഷർ ഉൽപ്പന്നങ്ങളുടെ അനിയന്ത്രിതമായ വിലവർധനവ് ഇന്റർലോക്ക് ഹോളോ ബ്രിക്സ് വ്യവസായത്തെ അതിരൂക്ഷമായി ബാധിച്ചിരിക്കുകയാണെന്ന് സിമന്റ് ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ. ജില്ലാ കലക്ടർ നിശ്ചയിച്ച വിലയിലും കൂടുതലാണ് ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കുന്നത്. ഇത് കാരണം ജില്ലയിൽ പല വ്യവസായ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെന്നും ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദൈനംദിനം എന്നോണം നമ്മുടെ ക്രഷർ മെറ്റീരിയൽസിൻ്റെ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് വർദ്ധിക്കുക എന്ന് മാത്രമല്ല, ഓരോ ക്വാറികളും അല്ലെങ്കിൽ ക്രഷറുകളും അവർക്ക് ഇച്ഛാനുസരണം അവർ വർദ്ധിപ്പിക്കുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതേ ഒരു സംഗതിയുമായിട്ട് നമ്മൾ ഇതിന് മുമ്പേ നിങ്ങളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കലക്ടറുമായിട്ട് നമ്മൾ ചർച്ച നടത്തി. കലക്ടർ ഓൾറെഡി ഒരു റേറ്റും കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ റേറ്റിൽ നിന്ന് ഇവർ പലരും താഴോട്ടും മുകളിലോട്ടൊക്കെ പോയിട്ടുമുണ്ട്. ഇപ്പം നിലവിൽ കഴിഞ്ഞ കലക്ടർ നിശ്ചയിച്ച റേറ്റിനേക്കാളും കൂടുതൽ ആയിട്ടാണ് പല ഭാഗത്തും നമുക്ക് അനുഭവപ്പെടുന്നത്. ഇത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വ്യവസായികൾ അതിരൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് കടന്നു പോവുകയാണ്. പല വ്യവസായ സ്ഥാപനങ്ങളും ജില്ലയിൽ പല ഭാഗത്തും ഇപ്പം നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ്. കാരണം അവർക്ക് ഇത് മൂവ് ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതിയാണ്. ക്രഷർ വില വർധനവിൽ ജില്ലാ ഭരണകൂടം അടിയന്തിരമായി ഇടപെടണമെന്നും ഇല്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ ചന്ദ്, ജില്ലാ സെക്രട്ടറി നജീബ് ചാല, ജില്ലാ ട്രഷറർ രാജൻ കാനം എന്നിവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.